ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125-ാം വകുപ്പ് പ്രകാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനത്തിന് ശേഷവും ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് ഇന്നലെ ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചു. ഇതൊരു ചാരിറ്റിയല്ല, അവകാശമാണെന്നും വിധി പ്രസ്താവിക്കവേ കോടതി പറഞ്ഞു. ഈ വിധി ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. കാരണം ഇത് തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സുപ്രധാന വിധിയാണ്. ഇപ്പോൾ ഈ വിധിയുണ്ടായിരിക്കുന്നതിന്റെ കാരണം 1985-ൽ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീ ഷാബാനോ തന്റെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തിരുന്നു. CRPC സെക്ഷൻ 125 പ്രകാരം ജീവനാംശത്തിനുള്ള അവകാശം അവർക്ക് അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളുടെ ചരിത്രത്തിലെ നിർണായക നിമിഷമായിരുന്നു 1985-ൽ വിധിയെഴുതിയ ഷാബാനോ കേസ്. എന്നാൽ ഈ വിധി വ്യാപകമായ വിവാദങ്ങൾക്ക് കാരണമായി. ചില മുസ്ലിം സംഘടനകളും രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരും ഇത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്ന് വാദിച്ചു. ഈ വിധി മറികടന്ന് മുസ്ലിം പുരോഹിതന്മാരുടെ ഇഷ്ടത്തിന് ഇന്ത്യയിൽ ശരിയ നിയമം നടപ്പിലാക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി 1986-ൽ. വിവാഹമോചനത്തിന് ശേഷം 90 ദിവസത്തേക്ക് മാത്രം മുൻ ഭർത്താക്കന്മാരിൽ നിന്ന് ജീവനാംശം നൽകാനുള്ള അവകാശം മാത്രമായി ഈ നിയമം പരിമിതപ്പെടുത്തി. ഇദ്ദത്ത് കാലഘട്ടം എന്നിതറിയപ്പെടുന്നു. 1986-ലെ രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ BJP കേസ് നടത്തി. 2001-ൽ ഡാനിയൽ ലത്തീഫിയാണ് ഷാബാനുവിന് വേണ്ടി ഹാജരായത്. ഈ വിധിയോടുകൂടെ ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് സുപ്രീം കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ കയറിയപ്പോഴെല്ലാം ഭരണഘടനയ്ക്ക് ഭീഷണിയായിരുന്നു. രാജീവ് ഗാന്ധി സർക്കാർ കണക്കിലെടുത്തത് ഭരണഘടനയേക്കാൾ ശരീഅത്തിന് പ്രാധാന്യം നൽകുന്ന തീരുമാനമായിരുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തകർക്കപ്പെട്ട ഭരണഘടനയുടെ അന്തസ്സ് ഈ ഉത്തരവിലൂടെ വീണ്ടെടുത്ത് ഭരണഘടനയ്ക്ക് നേരെ ഉയർത്തി